ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. മാസ്റ്റർ പീസ് ആണ്. നമ്മളിപ്പോ കുറച്ച് കയറിന്നപ്പം വേറെ ആൾക്കാർ കയറി കൂടി അല്ലേ, കാണിച്ചു തരാം. അല്ല അങ്ങന്മാരെ, നിങ്ങൾ എന്താ അത് കാട്ടി കൂട്ടണേ? മുണ്ടല്ലേ നമ്മളെ പണി പോലെ ഏറ്റെടുത്താ തോന്നുന്നു കേട്ടോ. നിക്കട്ടെ. ഓക്കെ ഗൈസ്, മാസ്റ്റർ പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പണി ഇവർ മൂന്നാളും പാടെ ഏറ്റെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് ആരൊക്കെയെന്നില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ മൂന്നാൾ ഇന്ന് നമ്മളെ ഫ്രെയിമിൽ വന്നിരിക്കുകയാണ്. നമ്മളെ മാസ്റ്റർ പീസ് ഇത്രത്തോളം വളർത്തിയെടുത്തൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ വന്നിട്ട് ഇന്ന് ആങ്കർ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇവരെ മൂന്നാളും നമ്മൾ റിവ്യൂ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നോക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഡാൻസിങ് ഡക്ക്, അതുപോലെ തന്നെ കാക്ടസിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് അത്യാവശ്യം വൈറലായ സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ സ്കിഡ് ഗെയിമിലുള്ള ഒരു കഥാപാത്രം കൂടി കേട്ടോ. ഈ മൂന്നാളും നമ്മളെ കയ്യിലുണ്ട്. ഇതിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്താണ് എന്നുള്ളതൊക്കെ ഇന്ന് നോക്കാൻ പോവാണ്. മാസ്റ്റർ പീസിലേക്ക് എല്ലാവർക്കും ഇവർ പറഞ്ഞ പോലെ സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളടുത്ത് ഫസ്റ്റ് തന്നെ ഉള്ളത് കാക്ടസ് ആണ്. കാക്ടസിന് നിങ്ങൾക്കറിയാമായിരിക്കും, ഈ ഒരു കള്ളിമുൾ ചെടി എന്നൊക്കെ പറയില്ലേ, അതിനെ സംസാരിപ്പിക്കുന്ന ഒരു ഫണ്ണി ടോയ് ആണ് കേട്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇവിടെ അതേപോലെ ഒരു ഓണാക്കാനുള്ളൊരു സ്വിച്ച് മാത്രമുണ്ട്. പിന്നെ 2 ബട്ടൺ ഉണ്ട്. ഇവിടെ നിൽക്കിക്കഴിഞ്ഞാൽ സോങ് പാടും. പൊളിയല്ലേ. പിന്നെ ഈ മൈക്കിൽ നോക്കി കഴിഞ്ഞാൽ ഹലോ 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 കിടന്നു. ഹലോ കാക്ടസ്. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് കാക്ടസ് വളരെ സിമ്പിളായിട്ട് തന്നെ എന്താ പറയുക സംസാരിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ കാക്ടസ് ഇതാണ് കേട്ടോ. കാക്ടസിൻ്റെ സംഭവം മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ കാക്ടസിനെ വിടാം നമുക്ക്. നമ്മളെ ഡാൻസിങ് ഡക്കാണ് വന്നിരിക്കുന്നത്. ഡാൻസിങ് ഡക്ക് എന്തൊക്കെ ഹലോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഡാൻസിൻ്റെ ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലല്ലേ, നല്ല ഹൈറ്റായിട്ട് ഉണ്ടല്ലേ, നല്ല ഹൈറ്റായിട്ട് തല ആണോ ഒക്കെ വെച്ചിട്ട് നല്ല കിടിലൻ സംഭവമാണ്. അതിൻ്റെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് എന്താണെന്ന് നോക്കാം നമുക്ക്. സെയിം സാധനം തന്നെ മെഷീന്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയും നമുക്ക് എന്ത് ചെയ്യണം, പൊട്ടിച്ച് നോക്കണം. ഇത് മൂന്നും നമ്മളിത് കഴിച്ച് നോക്കട്ടെ, ഇതിനുള്ള എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത്. ഏകദേശം മെഷീനൊക്കെ ഒന്നാ തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് കഴിച്ച് നോക്കണം, ഇതിനുള്ള എന്താണെന്ന് നോക്കണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഡാൻസിങ് ഡക്കിനെയും വിടാം. അതൊക്കെ ഇടല്ലോ ഒക്കെ അവിടെ. അപ്പോൾ സ്കിഡ് ഗെയിം ഉണ്ടല്ലോ. അപ്പോൾ സ്കിഡ് ഗെയിം കഥാപാത്രമാണിത്. ഇത് അതിലുള്ളൊരു ആക്ടറാണ്. സംഭവം കണ്ടോ, പൊളിയല്ലേ ഇത്. സ്കിഡ് ഗെയിമിലെ പൊളിയാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ലുക്കുണ്ട്. എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലും പ്രവർത്തനം അതേപോലെ തന്നെ തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സെയിം. അപ്പോൾ ഇത് മൂന്നും ഇനി നമ്മൾ കട്ട് ചെയ്യുകയാണ്. അതിനുള്ളിൽ എന്താണ് പ്രവർത്തനം എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളിതാ ഇവരെ രണ്ടാളെയും ഒരു മിനിറ്റ് നിൽക്കിട്ടോ, എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മൂന്നാളെയും നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. മൂന്നാളെയും കട്ട് ചെയ്യേണ്ട ഒരേ മെഷീൻ തന്നെയാണ് മൂന്നിലുള്ളത്. അതുകൊണ്ട് ഒരാളെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. മൂന്നാളും വെറുതെ കട്ട് ചെയ്തെടുക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവർ രണ്ടാളും മാറ്റിയേക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡക്കിനെ ഡാൻസിങ് ഡക്കിനെ നോക്കാം. മൂന്നും ഒരേ സിസ്റ്റം തന്നെയാണ്. ഇതിൻ്റെ ഡ്രസ്സിങ്ങിൽ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഡാൻസിങ് ഡക്കിന് നമ്മൾ കൈത്തറുത്ത് കൊല്ലാൻ പോവാം കേട്ടോ. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡാൻസിങ് ഡക്ക് നമുക്ക് അറക്കാനായി. അപ്പോൾ അതാ ഇവിടെ വെച്ചു, ഓഫ് ചെയ്യാം. ആദ്യം തന്നെ ഇത് അയച്ചു നോക്കാം. ഇതിൻ്റെ അയച്ചു നോക്കാനായിട്ട് ഇവിടെ ടാഗ് ഉണ്ട്. ഓക്കെ ഇതാണ് ഇതിൻ്റെ മെഷീൻ കേട്ടോ. മെഷീൻ ഇതാണ്. ഇതിൻ്റെ ഉടുപ്പ് ഇതാ കേട്ടോ.
ഇതിലൊന്നുമില്ല, ഒരു സ്പോഞ്ച് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കഴുത്തിലൊന്നൊന്നുമില്ല കണ്ടോ. ഇത് കാലി ഒരു ഡ്രസ്സ് മാത്രം, അത് നമ്മൾ ഇതേപോലെ മാറ്റി വെച്ചു. ഇതിൻ്റെ രണ്ടിനും അങ്ങനെ തന്നെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തൽക്കാലം കട്ട് ചെയ്യണില്ല, ഒന്നിൻ്റെ മെഷീൻ മാത്രമേ കട്ട് ചെയ്യുള്ളൂ, വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മളിനി അയച്ചു നോക്കുന്നത്. ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ താഴെ കാണുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് കഴിഞ്ഞ് ഓക്കെ, ആ സ്വിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ 2 സ്വിച്ചും വരുന്നുണ്ടോ. ഈ ഒരു സ്വിച്ച് ഇതിൻ്റെ സോങ്ങും കാര്യങ്ങളും ഡാൻസൊക്കെ ചെയ്യാനുള്ള ആ സ്വിച്ചാണ്. ഇത് നമ്മളെ മൈക്ക് ഉപയോഗിക്കാനുള്ളത്, നമുക്ക് സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ റിപ്പീറ്റ് വരാൻ വേണ്ടി, നമ്മൾ സംസാരിക്കുന്നത് അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ബട്ടണാണ് ഇതുള്ളത്. പിന്നെ ഇവിടെ LED ഉണ്ട്, ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. LED കൊടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ കറങ്ങുന്നത് അടിയിൽ എന്തോ ഒരു മോട്ടർ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇതുണ്ടോ, ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് ഉണ്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യാം, നമുക്കിത് എന്തായാലും ഒന്ന് അയച്ചു നോക്കാം. അതിനുള്ളിൽ എന്താണെന്നുള്ളത് നോക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്ക്രൂ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് 1-2 സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ല. വലിയൊരു ക്വാളിറ്റിയുള്ള സാധനമൊന്നും അല്ല, എന്നാലും നമുക്ക് അയച്ചു നോക്കാം. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് നോക്കട്ടെ. കാരണം സ്ക്രൂ ആകെ 4 സ്ക്രൂ അല്ല, അതിൽ 1 സ്ക്രൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത്രയും പിശുക്കി ഉണ്ടാക്കിയത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് മാർക്കറ്റിൽ 700 റുപ്യക്കാണ്. ഞങ്ങൾക്കൊരു 500 റുപ്യക്ക് കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി വാങ്ങിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയാണെങ്കിൽ സാധാരണ നിങ്ങൾക്ക് ഡാൻസിങ് ഡെക്ക് എന്നൊക്കെ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ ചെയ്തോ ആമസോണിലൊക്കെ ഉണ്ട്, അതിലൊക്കെ വാങ്ങാവുന്ന കേട്ടോ. അയച്ചു നോക്കാം. അപ്പോൾ ഇവിടെ അയച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. യെസ്, നമ്മളിതാ തുറന്നിരിക്കുകയാണ്. ഇതിൽ ചില്ലറ പരിപാടി ഒന്നുമില്ല കേട്ടോ. 500 റുപ്യക്ക് ഇതിലെ സംഭവം നല്ല ഉള്ളത്. ഇതുണ്ടോ, ഒരു IC ഒക്കെ ഉള്ള ചെറിയൊരു ബോർഡ് ഉണ്ട്. 2 IC ബോർഡാണ്. അതേപോലെ തന്നെ ഇതിനുള്ളിലൊരു ബാറ്ററി ഉണ്ട്. ബാറ്ററി ചാർജിങ് സിസ്റ്റമാണ് ഇതിന്. ഇത് നമുക്ക് USB വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോർഡുണ്ട്, ഒരു മോട്ടറുണ്ട്, പഴയ ടേപ്പ് റിക്കാർഡിൽ കാണുമ്പോൾ ഒരു ബെൽറ്റ് ഉണ്ട്. ഈ മോട്ടർ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. അതേപോലെ കുറേ കപ്പാസിറ്ററും മൈക്കും റിസീവറും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടോ ബാറ്ററി ഉണ്ടോ, ഇത് ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു മോട്ടറുണ്ട്. ഈ മോട്ടറിൽ നിന്ന് ഒരു ബെൽറ്റ് ഇരുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ മൈക്കാണിത്. ഇതാണ് നമ്മൾ പറയുമ്പോൾ പിടിക്കുന്ന മൈക്ക്. ഇത് സ്പീക്കറാണ്, ഇങ്ങോട്ട് പുറത്തേക്ക് പറയാനുള്ളതാണ്. അപ്പോൾ ഒരു സിസ്റ്റം എല്ലാ സെറ്റപ്പും ഇതിൽ തന്നെ ഉണ്ട് ഈ ചെറിയൊരു സംഭവത്തിൽ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്കിൽ ഇപ്പോൾ നമ്മൾ പറയണ ചോദിച്ചു, അയ്യോ LED പൊട്ടിയോ. ഓക്കെ, അപ്പോൾ ഉണ്ടോ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹലോ 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 ഇതിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കേടന്നിട്ടുണ്ട്. ഇത് കറങ്ങലിപ്പോൾ നിന്നിട്ടുണ്ട്, സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു അവിടെ ഒരു വയറ് വിട്ടതാണ്. പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു മെഷീൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ. മോട്ടർ, അതുപോലെ തന്നെ ബെൽറ്റ്, പിന്നെ ഒരു ബോർഡുണ്ട്, അതിൽ 2 IC കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരു സ്പീക്കറുണ്ട്, ഒരു മൈക്കുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു ബാറ്ററിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട്. ഹലോ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നേരെ തന്നെ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ, സംഭവം മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വെറുതെ 2 വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി ഇത് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഡാൻസിൻ്റെ ഡെക്ക് ഇതാ അവിടെ കുഴഞ്ഞ് കിടക്കുകയാണ്. ഇതിനെ നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യണം. അപ്പോഴേ നമ്മൾ വീണ്ടും ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിരിക്കുകയാണ്. ഈ ടാഗ് നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്തതിന് അത് മാറ്റി വേറെ വെച്ചു. സിമ്പിൾ മെത്തേഡാട്ടോ ഇതൊക്കെ. ശരിക്കും നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയ സാധനം. 500-600 കൊടുക്കേണ്ട ആവശ്യം ഇല്ല തോന്നുന്നു. എന്തായാലും ഹലോ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. യെസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളിനി ബാക്കിയുള്ള ഇവരെ 2 കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ കംപ്ലൈൻറ്റ് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ 3 നമ്മൾ തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാസ്റ്റർ പീസിൻ്റെ ഇതുപോലുള്ള കിടിലം വീഡിയോസൊക്കെ ഈ ഒരു ചാനൽ വരുന്നതാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.